ഹലോ മക്കളെ, അലക്സ് സാറാണ്. അപ്പോൾ ഈ വർഷത്തെ SSLC ഫിസിക്സ് പരീക്ഷയിൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ചോദ്യം വരാൻ പോകുന്ന 2-3 മാർക്കിനായിരിക്കും. നമുക്ക് ആ മുഴുവൻ മാർക്ക് വാങ്ങിച്ചെടുക്കണം. അപ്പോൾ അതിനാകെ ഈ ഒരു പുറകിൽ കാണുന്ന ഈ ഒരൊറ്റ സ്ലൈഡ് മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കിടക്കാം. പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, അങ്ങ് പവർ സ്റ്റേഷൻ ഡാമിൽ ഉണ്ടാകുന്ന ജനറേറ്റർ ഒക്കെ വെച്ചുള്ള സ്ഥലമില്ല, അതിനാണ് പവർ സ്റ്റേഷൻ എന്ന് വിളിക്കുക. ആ ജനറേറ്ററാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീടുകളിലേക്കുള്ള ഇലക്ട്രിസിറ്റി പവർ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങ് പവർ സ്റ്റേഷനിൽ, അങ്ങ് ഡാമിൽ എത്ര വോൾട്ടേജിനാണ് കറണ്ട് ഉണ്ടാക്കുന്നത്, എത്ര വോൾട്ടേജ് ആണ്, അതാണ് ഫസ്റ്റ് ചോദ്യം എക്സാമിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം, ഒരു മടിയും കൂടാതെ നിങ്ങൾ പറയണം 11 വോൾട്ടിലല്ല, 11 കിലോ വോൾട്ടിലാണ്. കിലോ എന്ന് പറഞ്ഞാൽ 1000. സോ 11 × 1000 11,000 വോൾട്ടിനാണ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എവിടെ? പവർ സ്റ്റേഷനിൽ. പക്ഷെ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ആ 11 കിലോ വോൾട്ടിനെ വീണ്ടും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അപ്പോൾ വോൾട്ടേജ് കൂട്ടുകയാണ് ചെയ്യുക. എത്രയിലേക്ക് കൂട്ടും മക്കളെ? 220 കിലോ വോൾട്ട്, അതായത് 2,20,000 വോൾട്ടേജിലേക്ക് അവിടെ വെച്ച് തന്നെ കൂട്ടും. എന്തിനാണ് സാർ കൂട്ടുന്നത് മക്കളെ? നിങ്ങൾക്ക് അറിയാം, ട്രാൻസ്ഫോമർ വെച്ച് വോൾട്ടേജിനെ കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയുകയാണ് ചെയ്യുക. ട്രാൻസ്ഫോമർ വെച്ച് വോൾട്ടേജിനോട് കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ ഹീറ്റ് ലോസ് കുറയും. താപോർജ്ജം വഴി ഉണ്ടാവുന്ന ഊർജ്ജ നഷ്ടം എന്ത് ചെയ്യും? കുറയും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജിനെ കൂട്ടുന്നത്. അപ്പോൾ എക്സാമ്പിൾ അതൊക്കെ ചോദിക്കാം. ഈ താപോർജ്ജം വഴി ഉണ്ടാവുന്ന ഈ ഊർജ്ജ നഷ്ടം, എനർജി ലോസിനെ നമ്മൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ലോസ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജിന് കൂട്ടുന്നത്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചോ. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ നമ്മൾ പവർ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. പവർ സ്റ്റേഷനിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ വിളിക്കും പവർ ട്രാൻസ്ഫോമർ എന്ന്. അപ്പോൾ പവർ ട്രാൻസ്ഫോമർ വെച്ചിട്ട് 11 കിലോ വോൾട്ടിന് എത്ര ആക്കി? 220 കിലോ വോൾട്ട് ആക്കി. പക്ഷേ ഈ 220 കിലോ വോൾട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് വീട്ടിലെത്തുന്നവരെ 220 കിലോ വോൾട്ടായി നിൽക്കില്ല. അത് വീണ്ടും എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ഘട്ടങ്ങളായിട്ട് നമ്മൾ കുറച്ചുകൊണ്ട് വരും. ആ കുറയ്ക്കുന്ന വോൾട്ടേജിനെ കുറയ്ക്കുന്ന സ്ഥലങ്ങളാണ് സബ്സ്റ്റേഷനുകൾ. അപ്പോൾ ഓരോ സബ്സ്റ്റേഷനിലും ഈ വോൾട്ടേജിന് എന്ത് ചെയ്യും? 220 110 കിലോ വോൾട്ടിലേക്ക് കുറയ്ക്കും, 110 55 കിലോ വോൾട്ടിലേക്ക് കുറയ്ക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുവരും. ഈ നമ്പേഴ്സിൽ വലിയ പ്രസക്തി ഇല്ല, കാരണം അത് ഓരോ സബ്സ്റ്റേഷനിലും ഓരോ പോലെയാണ് ചെയ്യുക. അങ്ങനെ കുറച്ച് ഓരോ സബ്സ്റ്റേഷനിൽ വീണ്ടും കുറച്ച് അവസാനം ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും അത് 11 കിലോ വോൾട്ട് ആയി തന്നെ എത്തിച്ചേരും. അതായത് തുടങ്ങിയത് 11 കിലോ വോൾട്ട് അല്ലേ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വീണ്ടും 11 കിലോ വോൾട്ടിനാണ് എത്തുക. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് അവസാനം നമ്മുടെ വീടുകളിലേക്കും ഇൻഡസ്ട്രീസിലേക്കും ഈ വോൾട്ടേജിനെ എത്തിക്കുന്നത്. വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് 230 വോൾട്ടിലേക്ക് കുറച്ചിട്ടാണ് എത്തിക്കുക. അപ്പോൾ 11,000 വോൾട്ടിനെ 230ലേക്ക് കുറച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തിക്കുക. ഇൻഡസ്ട്രിയിലാണെങ്കിൽ 230 അല്ല, കുറച്ചും കൂടി വോൾട്ട് വേണം, 400 വോൾട്ട് വേണം. വീട്ടിലേക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന് 2 വയേഴ്സാണ് വരിക. ഒന്ന് ഈ റെഡ് കളർ ഫേസ് വയറും അല്ലെ ഫേസ് ലൈനും, മറ്റ് ബ്ലാക്ക് കളർ എന്താണ്? ന്യൂട്രൽ വയറുമാണ്. അപ്പം ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനുമാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. ഇൻഡസ്ട്രിയിലാണെങ്കിൽ അത് 2 ഫേസായി മാറും, 2 ഫേസായി എത്തുക. അപ്പോൾ ഒരു ഫേസ് ന്യൂട്രൽ നമ്മളെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 230. 2 ഫേസ് തമ്മിലോ 400. 2 ഫേസ് തമ്മിൽ നിങ്ങൾ വിചാരിക്കും, ആ സാർ ഫേസും ഫേസ് സെയിം അല്ല, ഇപ്പോൾ 0 ആയിരിക്കും എന്ന് വിചാരിക്കും. അല്ല, 0 അല്ല. 2 ഫേസ് തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ടാണ്. അതാണ് ഇൻഡസ്ട്രിയിലേക്ക് എത്തുക. ഇത്ര കാര്യം പഠിച്ചാൽ എല്ലാം സെറ്റായി. ഇനി ഏത് ചോദ്യവും ഇവിടുന്ന് വന്നാലും ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ടാത്ത നമ്പർ ഇതാണ്, ബാക്കിയെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ എന്തൊക്കെയാണ് ചോദിക്കുക? പവർ സ്റ്റേഷനിൽ എത്ര വോൾട്ടേജിനാണ് പവർ ഉണ്ടാക്കുന്നത്? 11 കിലോ വോൾട്ടിനാണ്. എത്ര ഫ്രീക്വൻസിയിലാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 50 ഹേർട്സിലാണെന്ന് പറയണം. എത്രയാണ് മക്കളെ? 50 ഹേർട്സിലാണ് പവർ ഉണ്ടാക്കുന്നത്. പവർ എത്തുന്നത് 150 ഹേർട്സിലാണ്, ഇടയിൽ ഫ്രീക്വൻസി മാറുന്നില്ല. അവിടെ വെച്ച് പവർ ട്രാൻസ്ഫോമർ എത്ര വോൾട്ടിലേക്ക് ആക്കുന്നു ചോദിച്ചാൽ പറയണം 220 കിലോ വോൾട്ട്. ഓരോ സബ്സ്റ്റേഷനുകളിലും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണോ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്, വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമറാണ് പറയണം. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ? അതും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇൻഫാക്ട് ആകെ ഒരൊറ്റ ട്രാൻസ്ഫോമറേ ഉള്ളൂ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ദാറ്റ് ഈസ് പവർ ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് അപ്പ്, ബാക്കിയെല്ലാം സ്റ്റെപ്പ് ഡൗൺ ആണ്. പിന്നെ വീട്ടിലേക്ക് എത്ര വോൾട്ടേജ് എത്തുന്നത്, ഇൻഡസ്ട്രിയിൽ എത്ര, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ചോദ്യം തരാം, ഒന്ന് ട്രൈ നോക്കിയാലോ. വാട്ട് ഈസ് ദി വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് അറ്റ് ദി പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ് മക്കളെ? 11,000 വോൾട്ട് എന്നോ അല്ലെ 11 കിലോ വോൾട്ട് എന്നോ എഴുതാം. വാട്ട് ഈസ് ദി വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി സപ്ലൈഡ് ഫോർ ഡൊമസ്റ്റിക് കൺസംഷൻ? നമ്മുടെ വീട്ടിലെത്തുന്ന വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ടാണ്. ഗാർഹിക ആവശ്യങ്ങൾക്ക് എത്തുന്ന വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ഈസ് ദി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ്? എവിടെയാണ് സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കുന്നത്? ആകെ പവർ ട്രാൻസ്ഫോമറിൽ മാത്രമാണ്, അഥവാ
നമുക്ക് പറയാം പവർ സ്റ്റേഷനിലാണ് ഉപയോഗിക്കുന്നത് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയാം. ഏത് സ്റ്റേജ് എന്നാണല്ലോ ചോദിച്ചത്. അപ്പോൾ ഒന്നുകിൽ പവർ സ്റ്റേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയാം, അല്ലെ എല്ലാം കൂടി എഴുതി വെച്ചു. അറ്റ് ദി ഇനീഷ്യൽ സ്റ്റേജ്, അറ്റ് ദി പവർ സ്റ്റേഷൻ, ഇൻ ദ പവർ ട്രാൻസ്ഫോമർ എന്നും കൂടി ആ വാക്കുകളൊക്കെ എഴുതി വെച്ചോ. വിച്ച് ആർ ദി സ്റ്റേജസ് ഇൻ വിച്ച് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആർ യൂസ്ഡ്? എവിടേക്കാണ് സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിക്കുന്നത് മക്കളെ? സബ്സ്റ്റേഷനുകളിലും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സെറ്റാണോ? ഇത്ര ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. ഇനി ഒരു പ്രാക്ടീസ് ചോദ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാം, അതും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേസിക്കലി മൊത്തം പരിപാടി എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഡർ മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഓർഡറിലാക്കണം. ഓക്കെ? എന്നിട്ട് എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ടുള്ള ആൻസർ കമൻറ്റ് ചെയ്യണം. അതും കൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ സെറ്റാണ്. ഇവിടുന്ന് എന്ത് ചോദ്യം വരാം, അത് 3 മാർക്ക് എന്തായാലും വരും. ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടണം, ചെക്ക് ചെയ്യണം ബാക്കിയുള്ളവരുടെ കമൻസുമായിട്ട് നിങ്ങളുടെ ശരിയാണോ എന്നുള്ള കാര്യം. അതേസമയം ഇതുപോലെ നെക്സ്റ്റ് എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പേഴ്സണലി യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.